ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഫഹദ് ഫാസിൽ ഇപ്പോൾ ഫാസിലിനൊപ്പം വോട്ട് രേഖപ്പെടുത്താനായി ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, അപ്പോൾ ഇടയിലൊരു കോമ ഇട്ടാൽ മതി. ഫഹദും ഫാസിലും വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതൊക്കെ മറ്റ് തെരഞ്ഞെടുപ്പ് സിനിമാ തിരക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ തവണയും കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനായി ആലപ്പുഴയിലേക്ക് ഫഹദ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. രണ്ടുപേരെയും ക്യാമറയിൽ പകർത്താനായി എല്ലാവരും മത്സരിക്കുമ്പോൾ എല്ലാവരെയും അല്പം മാറ്റി വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. പരിചയമൊക്കെ പുതുക്കി നാട്ടുകാരോടൊക്കെ കുശലം പറഞ്ഞും കൈകൊടുത്തും ഫഹദ് നടക്കുന്നു. ഫാസിൽ കൂടെയുണ്ട്. രണ്ടുപേരും വോട്ട് ചെയ്യാനായി എത്തിയതാണ്. ആവേശകരമായ ഒരു ഹിറ്റടിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് ഫഹദിൻ്റെ ഇപ്പോഴത്തെ ഈ വോട്ട് ചെയ്യാനായിട്ടുള്ള വരവ്. എല്ലാവരും ഫഹദിൻ്റെ വരവറിഞ്ഞും അവിടേക്ക് എത്തുന്നത് ഒക്കെയുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ വോട്ട് ചെയ്യാനായി എത്തിയതാണ്. ജന്മനാട്ടിലാണ് ഫഹദിൻ്റെയും വോട്ട്. ഫാസിലിനൊപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ ആ ദൃശ്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഫഹദ് വോട്ട് ചെയ്യാനായി ആലപ്പുഴയിലെത്തി വോട്ട് രേഖപ്പെടുത്തി പോകുന്നതൊക്കെ കാണാമായിരുന്നു. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ആലപ്പുഴയിലെത്തി വോട്ട് രേഖപ്പെടുത്താനായി ഫഹദ് എത്തിയിട്ടുണ്ട്. ചലച്ചിത്ര താരം ഫഹദ് ഉണ്ട്. സംവിധായകൻ പിതാവ് ഫാസിലിനൊപ്പമാണ് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഏതായാലും ആലപ്പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര നടൻ ഫഹദ് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. ഏതായാലും അവിടെ ക്യൂ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫഹദിന് വന്ന് വേഗം വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. തിരക്ക് വളരെ കുറവാണ്. നേരെ പോളിംഗ് ബൂത്തിലേക്ക് കയറാനായിട്ടുണ്ട്. ആലപ്പുഴയിലാണിത്. ഒപ്പം ഫാസിലുണ്ട്, സംവിധായകൻ ഫഹദിൻ്റെ പിതാവ് ഫാസിലിനൊപ്പമാണ് ഫഹദ് വോട്ട് ചെയ്യാനായി എത്തിയത്. ഫാസിൽ വോട്ട് ചെയ്യുന്നു. പോളിംഗ് ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഫഹദ് ഒപ്പം തന്നെയുണ്ട്. അതാണ് ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി തിരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ട് പോളിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. അതുപോലെ ചലച്ചിത്ര നടൻ ടൊവിനോ വോട്ട് ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പിന്നാലെ. അതുപോലെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, ഇടുക്കി മണ്ഡലത്തിലെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുപള്ളി അങ്കണവാടിയിൽ വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഇത്ര തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് തന്നെ ഫഹദ് ഫാസിൽ ഇവരൊക്കെ രണ്ടുപേരും വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച വിഷയം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പക്ഷേ വോട്ട് ചെയ്യാനായി പോയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ നാടുകളിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളൊക്കെയും അതിന് സമയം കണ്ടെത്തുന്നു. പല ആളുകളും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തലേ ദിവസം തന്നെ വോട്ട് ചെയ്യേണ്ട ഇടങ്ങളിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തി രാവിലെ തന്നെ ആദ്യ വോട്ടൊക്കെ തന്നെ ചെയ്ത് മടങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാൻ പോകാത്തതിനെതിരെ ഇപ്പോൾ വിമർശനം ഉയർന്നിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയെ അവഹേളിക്കുന്ന നിലപാടാണിത് എന്നാണ് മന്ത്രി GR അനിൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അതൊരു ഗുരുതര പ്രശ്നം തന്നെയാണ്. ജനങ്ങളോട് വോട്ട് ചോദിക്കുകയും ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെയും തെളിവാണ് പുറത്തുവരുന്നത്. ഇത് തിരുവനന്തപുരത്തെ വോട്ടർമാരെ ഒരു തരത്തിൽ പറ്റിക്കലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുതലാളിമാരുടെ താല്പര്യവും കച്ചവട താല്പര്യവുമാണ് ആകെ പ്രതിഫലിക്കുന്നത് എന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം ഈ വോട്ടെടുപ്പിനോട് ഈ നിലപാട് സ്വീകരിച്ചാൽ അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ്. ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ട് സ്വന്തം വോട്ട് അവകാശം വിനിയോഗിക്കാത്ത സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഇന്നലെ രാത്രി തന്നെ കണ്ണൂരിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഉച്ചയോടുകൂടി മാത്രമേ അദ്ദേഹത്തിന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്താനാവൂ. പക്ഷേ വോട്ട് രേഖപ്പെടുത്തുക എന്ന ആ ജനാധിപത്യപരമായ അവകാശം, ഉത്തരവാദിത്വം, കടമ നിറവേറ്റുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാതിരിക്കുന്നു എന്നതും വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ടർമാരോട് ജനങ്ങളോട് പറയാനുള്ളത് എന്നാണ് ഇതേക്കുറിച്ച് അറിയേണ്ടത്. എല്ലാ ക്യാമറ കണ്ണുകളും ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ഇപ്പോൾ ഫഹദ് ഫാസിൽ വോട്ട് ചെയ്യാനായി നിൽക്കുന്നു. ഫാസിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫഹദിൻ്റേതാണ് അടുത്ത ഊഴം. ഫഹദ് പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ.
ചലച്ചിത്ര തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ ജനാധിപത്യപരമായ കടമ, ഉത്തരവാദിത്തം അത് ഒരു വലിയ കലാകാരനിലൂടെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോഴാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പോയില്ല എന്ന വിവരം വലിയ ചർച്ചയായി മാറുന്നത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാനായി പോയില്ല എന്നുള്ളത് കൂടിയാണ്. വോട്ട് ചെയ്ത ശേഷം വളരെ കൂളായി ഫഹദ് പോളിംഗ് ബൂത്ത് വിട്ട് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരുമൊക്കെ വളയും എന്ന നല്ല ചിന്തയോടെ തന്നെ ഫഹദ് വേഗത്തിൽ പോവുകയാണ്.